വയനാടിൻ്റെ അടിത്തട്ടിലുള്ള മലകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് മലപ്പുറം. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ആദ്യകാലത്ത് മലയോരം എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീടത് കാലക്രമേണ ലോപിച്ച് മലപ്പുറം എന്നാവുകയും ചെയ്തു. ഏകദേശം 2500ഓളം ഏക്കർ വരുന്ന ഈ മലയോര ഗ്രാമം ഒരു കാലത്ത് ഷൊർണൂറുകാരനായ രാമൻകുട്ടി മേനോൻ എന്ന വ്യക്തിയുടെ അധീനതയിലായിരുന്നു. പിന്നീടത് പൂനൂർ സ്വദേശിയായ ആർ മരക്കാർ ഹാജി സ്വന്തമാക്കുകയും ചെയ്തു. മലയോരം എന്നായിരുന്നു പഴയ കാലത്തിലെ നാമങ്ങൾ. മലയോരം എന്ന് പറഞ്ഞാൽ മലയോരിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലം, അത് ലോപിച്ച് പിന്നെ മലപ്പുറം ആയി. അത് പിന്നെ കാലം ക്രമേണ അങ്ങനെ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം എന്നുള്ള പേരിൽ തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത്. പിന്നെ ഈ മലനോട് ചേർന്ന് കിടക്കുന്ന കുളമല, പുകമല, പയോണമല, ഇങ്ങനത്തെ മലകൾ ആണ് ഇതിനെ ചുറ്റുമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ ആണ് ഇതുള്ളത്. ഈ നേരം അമ്പലക്കണ്ടിപ്പോയിൽ എന്ന് പറഞ്ഞാൽ അമ്പലമുണ്ട് ഇവിടെ 22 അമ്പലത്തിൻ്റെ ആ സ്ഥലത്തിനോട് കേന്ദ്രീകരിച്ചാണ് അമ്പലക്കണ്ടിപ്പോയിൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് പിന്നെ കൊട്ടാരക്കോടേക്ക് പോയാൽ കൊട്ടാരം എന്ന് പറയുന്നൊരു കൊട്ടാരം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ആ കൊട്ടാരത്തിൻ്റെ നാമധേയത്തിന് കൊട്ടാരക്കോട് എന്ന് പറയുന്നത്. മലപ്പുറം പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട പ്രാഥമിക വിദ്യാഭ്യാസം. അതിന് വിദ്യാലയം ഇല്ല എന്നത് വളരെ വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ദൂരം കാൽനടയായിട്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് പോയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ MPS ഇമ്പിച്ചിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ PM മൊയ്തീൻ കുട്ടി ഹാജി, ചെമ്പ്ര കുഞ്ഞോതി ഹാജി, പറങ്കിമാവ് തോട്ടത്തിൽ മൊയ്തീൻ ഹാജി, വളപ്പിൽ മമ്മു, കൊട്ടാരക്കോത്ത് രാമൻ നായർ, PK ചന്തു നായർ എന്നിവരുടെയും മറ്റു പ്രമുഖരുടെയും നേതൃത്വത്തിൽ മലപ്പുറത്തൊരു വിദ്യാലയത്തിനായി ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഫലമായി സ്കൂൾ തുടങ്ങുന്നതിനാവശ്യമുള്ള സ്ഥലത്തിനായി ആർ മരക്കാർ ഹാജിയുടെ മകൻ RP ഹുസൈൻ ഹാജിയെ സമീപിക്കുകയും അദ്ദേഹം വിദ്യാലയത്തിനായി 85 സെന്റ് സ്ഥലം സൗജന്യമായി അനുവദിക്കുകയും ചെയ്തു. ഇവരുടെ നിതാന്ത പ്രയത്നഫലമായി 1962 സ്കൂളിന് അനുമതി ലഭിക്കുകയും AEO ഓർഡർ പ്രകാരം മലപ്പുറത്തെ മദ്രസിൽ വെച്ച് വിദ്യാർത്ഥികളുടെ അഡ്മിഷന് തുടക്കം കുറിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ RP ഹുസൈൻ ഹാജി തന്ന മണ്ണിലുണ്ടാക്കിയ ഓലഷെഡിലേക്ക് വിദ്യാലയം മാറി. കൊടുവള്ളി BDO മൊയ്തീൻ കോയയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂളിലെ പ്രധാന അധ്യാപകനായി ചുമതല നിർവഹിച്ചത് പരപ്പൻപോയിലെ മൂസ മാസ്റ്ററായിരുന്നു. സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥി നമ്മോടൊപ്പം. മലപ്പുറം സ്കൂളിൽ 1ാം നമ്പർ വിദ്യാർത്ഥിയാണ്. അന്ന് ഞങ്ങൾ സ്കൂളിൽ ചേർത്തുന്നത് മൂസമാഷായിരുന്നു. അന്ന് നമ്മളെ തങ്ങളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. ആ തങ്ങളും പിന്നെ മൂസമാഷൊക്കെ കൂടി വന്നു കഴിഞ്ഞിട്ട് ഞാനും പിതാവൂടിയും മൂരി അന്ന് കൂട്ടൊക്കെ പണി. അപ്പോൾ മൂരിനെ കുളിപ്പിക്കാൻ തോട്ടിൽ പോകുമ്പോൾ തങ്ങൾ പിതാവിനെ വിളിച്ച് കുണ്ടരം കൊണ്ടിങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവിടുന്ന് ഫസ്റ്റായിട്ട് ചേർത്തെന്നാ ഞാൻ ചേരുന്നത് തന്നെ 2ാം ക്ലാസ്സാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ കുറച്ചൊക്കെ വായിക്കാൻ അറിയാൻ മലയാളം. ഈ പന, തത്ത അങ്ങനെയൊക്കെ ഉണ്ടാവും മദ്രസയിൽ എഴുതിയിട്ടിട്ട്. അതൊക്കെ വായിച്ചു കൊടുത്തപ്പോൾ ഓനെ 2 ചേർത്ത് തന്നെ 1ാം നമ്പറായിട്ട് എന്നെ ചേർത്തി അവിടെ എൻ്റെ പിതാവ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി. പിന്നെ സ്കൂൾ ലീഡറായി അവിടുത്തെ കൊല്ലം തന്നെ. അങ്ങനെ പിന്നെ ചൈന ഇന്ത്യ യുദ്ധം നടന്നിരുന്നു. അന്ന് ഫസ്റ്റ് സിനിമ കാണാൻ പോകുന്നത് ഈ സ്കൂളിൽ നിന്നാണ് ഞാൻ. അന്ന് ഒരു മേഡം എക്സിബിഷൻ എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ടുവന്നു. അതൊക്കെ കണ്ട് അങ്ങനെയൊക്കെ എൻ്റെ കൂടെ കുറച്ച് സഹപാഠികളും ഉണ്ടായിരുന്നു. അതായത് നമ്മളെ PKC മുഹമ്മദ്, അതുപോലെ തന്നെ പിന്നെ കുറേ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇവിടെ കൂടിയാണ് ഞങ്ങൾ ആ തുടങ്ങുന്നത്. അങ്ങനെയാണ് അവിടെ തുടങ്ങുന്നത്. ഞാൻ ഓലഷെഡിലാണ് പ്രവേശിക്കുന്നത്. അന്ന് ഈ അമേരിക്കൻ്റെ ഉപ്പുമാവും പാൽപ്പൊടിയൊക്കെ അതിന് ഭക്ഷണം ഉച്ചക്കിട്ടുക. അത് ഞങ്ങൾ തല്ലുകൂടി കളിക്കുമായിരുന്നു. അതായത് സ്ഥിതി. കുറച്ചു കാലം പ്രധാന അധ്യാപകനായിരുന്ന മൂസ മാഷിനു പകരം തച്ചമ്പുയിലെ അഹമ്മദ് മാഷ് പ്രധാന അധ്യാപകനാവുകയും അധികം വൈകാതെ പ്രധാന അധ്യാപകനായി മൂസ മാഷ് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് ദീർഘകാലം പ്രധാന അധ്യാപകനായി തുടരുകയും ചെയ്തു. പരപ്പമ്പയിലുള്ള മൂസ മാഷ് അറിയാത്ത ആരും അവിടെ പഠിച്ചതിലുണ്ടാവൂല. സാറായിരുന്നു ഹെഡ് മാഷ്. സാറിന് നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും വലിയ ഒരു പ്രിയങ്കരൻ തന്നെയായിരുന്നു. സ്കൂളിന് വേണ്ടി നന്നായി പ്രവർത്തിക്കാനും അന്നത്തെ PTA കൂടെ ഇറങ്ങി
ഓരോന്നൊക്കെ ചെയ്യാനും എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെയായിരുന്നു. കുട്ടികളിലും ജനമനസ്സുകളിലും ഏറെ സ്വാധീനിക്കപ്പെട്ട മൂസമാഷ് മലപ്പുറത്തെ വിദ്യാഭ്യാസ വളർച്ചയിൽ വഹിച്ച പങ്ക് വലുതാണ്. മലപ്പുറത്ത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 65 മുതൽ 70 വരെ മലപ്പുറത്ത് സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രധാന അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൂസമാഷായിരുന്നു. മൂപ്പരെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെ എല്ലാ കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളിലടക്കം ഇടപെടുന്ന ഒരാളായിരുന്നു. എൻ്റെ പേരടക്കം ഇട്ടത് മൂസമാഷാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ അന്ന് സ്കൂളിൽ കൊണ്ട് വീട്ടിൽ ബാബു എന്ന് വിളിക്കുന്നത് കൊണ്ട് അവിടെ അന്നേരം മാഷ് അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പേര് അബ്ദുൽ കരീം എന്നുള്ള പേര് മാഷാണ് നിർദ്ദേശിച്ചതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അന്ന് വല്യപ്പാണ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയത്. അന്നേരം വല്യപ്പയും പിന്നെ നാട്ടുകാരും ഒക്കെ ആയിട്ട് മൂസമാഷ് വളരെ അടുത്ത് ബന്ധം പുലർത്തിയ ഒരാളാണ്. നാട്ടുകാരെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ വീട്ടിലെ എല്ലാ കുടുംബകാര്യങ്ങളും മാഷിക്ക് വളരെ അടുത്തറിയായിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിദ്യാലയം 1969 അപ്രതീക്ഷിതമായി തീപിടിക്കുകയും കത്തി നശിക്കുകയും ചെയ്തു. തോട്ടം തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും സമയോചിതമായ ഇടപെടലിലൂടെയാണ് വലിയ അപകടം ഒഴിവായത്. സ്കൂളിൽ എത്തിയപ്പോൾ ഞങ്ങളെല്ലാം കൂടി പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് ഓടി ഇറങ്ങി. പിന്നെ മറ്റേ നെൽക്കുറ്റിലെ പിന്നെ കച്ചവടക്കാരും ഒക്കെ വന്ന് സ്കൂൾ കൊടുത്തതാണ്. കൊടുത്ത് അങ്ങോട്ട് തള്ളിയിട്ട് ആണ് തീ കിട്ടിയത്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. എന്നിരുന്നാലും രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് പ്രഭാവതി ടീച്ചറുടെ കയ്യിൽ പൊള്ളലേൽക്കുകയും ചെയ്തു. സ്കൂൾ കത്തി നശിച്ചതിന് ശേഷം എലോക്കരയിലെ മദ്രസയിലും താൽക്കാലിക പന്തലിലും സ്കൂളിന് മുന്നിലുണ്ടായിരുന്ന എസ്റ്റേറ്റ് പാടിയിലുമായിരുന്നു വിദ്യാഭ്യാസം കൊടുത്തിരുന്നത്. അന്ന് നിലനിന്നിരുന്ന പാടിയുടെ ശേഷിപ്പ് ഇപ്പോഴും കാണാം. സ്കൂൾ പുതുക്കി പണിയേണ്ട ആവശ്യവുമായി MPS ഇമ്പിച്ചിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടങ്ങി. അതിന്റെ ഫലമായി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയയെ സമീപിക്കുകയും തൽഫലമായി പുതിയ ഓടിട്ട കെട്ടിടം നിർമ്മിക്കുകയും 1971 ഡിസംബർ 31 CH മുഹമ്മദ് കോയ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പുതിയ ഓടിട്ട കെട്ടിടം വന്നതോടുകൂടി മികച്ച ഭൗതിക സാഹചര്യങ്ങൾ തന്നെയായിരുന്നു വിദ്യാലയത്തിനുണ്ടായിരുന്നത്. അടച്ചുറപ്പുള്ള ക്ലാസ് മുറികൾ, 500-ൽ പരം വിദ്യാർത്ഥികൾ, മികച്ച പാചകപ്പുര, ഗ്രൗണ്ട്, എല്ലാം കൊണ്ടും മികച്ച നിലവാരമായിരുന്നു വിദ്യാലയത്തിൽ. ഇവിടെ അബുക്കായും കുട്ടികളുമായാലും ഭക്ഷണം വെക്കാറുണ്ട്. അതിനുശേഷം ഉമ്മൻ്റെ ഉമ്മയായ ഖദീജ ഉമ്മയായാലും ഭക്ഷണം പാകം ചെയ്യൽ. അത് ഒരുപാട് വർഷങ്ങളിവിടെ ജോലി ചെയ്തു. അതിനുശേഷം എൻ്റെ ഉമ്മ വിയ്യക്കുട്ടി എന്നൊരു പണി ഏറ്റെടുത്ത് അതും 10-21 വർഷത്തോളം അവിടെയും ജോലി ചെയ്തു. ഉമ്മാൻ്റെ ഉമ്മൻ്റെ കൂടെ എൻ്റെ ഉമ്മൻ്റെ കൂടെ ഞാൻ സഹായിക്കാൻ ഹെൽപ്പായിട്ടും വരലുണ്ടായിരുന്നു. ഞാനിവിടെ 5 വയസ്സ് മുതൽ സ്കൂളുമായിട്ട് ബന്ധങ്ങളുണ്ട്. ഒരു നേരം ഭക്ഷണം ഇവിടെ ഉപ്പുമാവായിരുന്നു. അന്നൊക്കെ ഉപ്പുമാവ്, പാല് എന്ന് വെച്ചാൽ ഈ റവന്റെ ഒരു പാല് കളറുള്ള ആ റവ കൊണ്ടുള്ള പാല് പോലെ കാച്ചിങ്ങാൻ അതും ഈ ഉപ്പുമാവ് ആയിരുന്നു തരിക. അപ്പൊ അത് വാങ്ങിങ്ങാൻ അതേ മോഡൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളായിരുന്നു അന്നൊക്കെ. 1996 സ്കൂളിൽ കുടിവെള്ള പദ്ധതിയും 1997 പഞ്ചായത്ത് കോൺക്രീറ്റ് കെട്ടിടവും 2002 കിണറിന്റെയും ഗേറ്റിന്റെയും പണിയും പൂർത്തീകരിച്ചു. 2004 സ്കൂളിൽ ക്ലസ്റ്റർ കെട്ടിടവും പണി കഴിപ്പിച്ചു. മലപ്പുറം പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ച ഈ വിദ്യാലയം ഇടക്കാലത്ത് പ്രതാപം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഈ സമയത്ത് കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവാനും സ്കൂൾ ഭൗതിക സാഹചര്യങ്ങൾ കാലാനുസൃതമായ മാറ്റം വരുത്തുവാനും വേണ്ടി 2017 നടന്ന പ്രദേശവാസികളുടെ യോഗം തീരുമാനിക്കുകയും തൽഫലമായി 20 അംഗ കർമ്മ പദ്ധതി തീരുമാനിക്കുകയും ചെയ്തു. ആ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതുവിദ്യാലയം വിട്ടിട്ട് ഇംഗ്ലീഷിനോട് താല്പര്യം, സ്വകാര്യ സ്ഥാപനങ്ങളോട് താല്പര്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അതുകൊണ്ട് തന്നെ കുറച്ചൊരു പിന്നാക്കം സ്കൂള് ആ തരത്തിൽ അന്ന് പോയിട്ടുണ്ട്. അത് ആ സ്കൂളിന്റെ കുഴപ്പമല്ല, മറ്റ് വിദ്യാലയങ്ങൾ കൂണുപോലെ ചെറിയ ചെറിയ അൺഎയ്ഡഡ് മേഖലയിലെ വിദ്യാലയങ്ങൾ മുളച്ചു പൊന്തിയത് ചെറിയൊരു ക്ഷീണം ബാധിച്ചെങ്കിലും ഇന്ന് വീണ്ടും അതിന്റെ ആ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നിലവിലുള്ള PTA-യുടെയും ആ സ്കൂളിനെ സ്നേഹിക്കുന്ന അതിന്റെ തലപ്പത്തെത്തിയിട്ടുള്ള അധ്യാപികയുടെയും ഒക്കെ ശ്രമഫലമായി, അധ്യാപകരുടെയും ഒക്കെ ശ്രമഫലമായി ഇന്ന് വീണ്ടും നല്ലൊരു അവസ്ഥയിലേക്ക് ഇന്ന് ആ വിദ്യാലയം എത്തിപ്പെട്ടിട്ടുള്ളത്. സ്കൂളിന്റെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോകുക എന്നുള്ള ഒരു ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ട് പോലും കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാതെ നിന്ന അവസരത്തിൽ ഞങ്ങളെല്ലാം ചേർന്ന് ഒരു സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലൊരു ബസ് യാത്രാ സൗകര്യമാണ് ഇതിന്, ബസ്സില്ലാത്തതാണ് പ്രശ്നം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബസ് നാട്ടുകാരിൽ പിരിവെടുത്ത് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ പ്രധാന അധ്യാപിക KC മേരി ടീച്ചറായിരുന്നു. നീണ്ട കാലത്തെ പ്രധാന അധ്യാപികയായിരുന്നത് മേരി ടീച്ചറാണ്.
കോടഞ്ചേരി സ്വദേശിയായ മേരി ടീച്ചർ, ഒരു ലേഡി പ്രധാന അധ്യാപികയായിട്ട് വന്നത് ടീച്ചറാണ്. ടീച്ചറിൻ്റെ പറ്റി പറയുമ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു പ്രധാന അധ്യാപിക എന്ന് എനിക്ക് പറയാൻ കഴിയും. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ടീച്ചറിന് ഒരു മാരക രോഗം പിടിപെട്ട് ടീച്ചർ അവശയാകുന്ന ഒരവസ്ഥ. എന്നിരുന്നാലും ഈ രോഗത്തെ പോലും തോൽപ്പിച്ച് ടീച്ചർ ഞങ്ങളോടൊപ്പം 7 വർഷക്കാലം ഈ രോഗത്തെ അതിജീവിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തിൽ പ്രകടമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അതിനായി ഓരോ PTA പ്രസിഡന്റുമാരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പൊതുജനങ്ങളെ, നമ്മുടെ ഈ മലപ്പുറം സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം കഠിനമായി അധ്വാനിച്ച് ഇവിടെ സ്കൂളിൽ എത്തിക്കപ്പെട്ടത് എൻ്റെ ഫാദർ, അതായത് MPS ഇമ്പിച്ചി കോയത്തങ്ങൾ മലപ്പുറം. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ മുന്നിലുണ്ടായിരുന്നത് MPS തങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിൽ കൂട്ടൽ വക്കീലായി നിൽക്കുന്ന ടൈമിനാണ് എൻ്റെ ഒരു കാലയളവ് വന്നത്. ആ ടൈമിന് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം LKG UKG സ്റ്റാർട്ടിങ് ചെയ്ത് ഇപ്പോൾ 4ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം എത്തിയിരിക്കുകയാണ്. ഈ ഭാഗമായിട്ട് ഹൈസ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ PTA കമ്മിറ്റിയുടെയും എല്ലാവരും ഇടപെടൽ മൂലം ഈ സ്കൂളിനെ ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. സ്കൂളിന്റെ മാറ്റങ്ങൾക്ക് വലിയ തുടക്കം കുറിക്കുവാൻ 2020 LKG ആരംഭിച്ചത് സഹായകമാണ്. വളരെ നിലവാരമുള്ള ഭൗതിക സാഹചര്യവും വിദ്യാഭ്യാസവും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ സാധ്യമായിട്ടുണ്ട്. ഇന്ന് KG സെക്ഷനിൽ 45-ൽ അധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇന്ന് വളരെയേറെ ഭൗതിക സാഹചര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബുകൾ, വിശാലമായ ഓഡിറ്റോറിയം, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടോയ്ലറ്റുകൾ, ഗ്രൗണ്ടുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിങ്ങനെ അക്കാദമിക വളർച്ചയിലും ഭൗതിക സാഹചര്യത്തിലും മികച്ച നേട്ടങ്ങൾ തന്നെയാണ് വിദ്യാലയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടിലുണ്ടല്ലേ, ഇപ്പൊ വെള്ളത്തിന് ആകൃതി എന്താ? ഈ ബോട്ടിലിന് ആകൃതിയല്ലേ? അപ്പൊ മാഷ് ഈ കപ്പിലേക്ക് ഒഴിച്ച സമയത്ത്, ഈ കുപ്പിയിലേക്ക് ഒഴിച്ച സമയത്ത് ഈ കുപ്പിയുടെ ആകൃതിയാണ് വെള്ളത്തിൽ കൈവരിച്ചത്. ഇനിയിപ്പോ ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക. ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് ഇപ്പൊ എന്താ ആകൃതിയുള്ളത്? ഇപ്പൊ എന്താ ആകൃതിയുള്ളത്? ഗ്ലാസിന്റെ ആകൃതിയാണ്. യാത്ര ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുപോകാനും പിന്നെ അതുപോലെ നമ്മൾ മറ്റു ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ഗൾഫ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി സ്പോൺസർഷിപ്പുകൾ നമ്മുടെ സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്. കാഡ്ബറീസ് കമ്പനി നൽകിയ 2 വാട്ടർ കൂളറുകൾ നിലവിൽ ഇവിടെയുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം അവർ 200 കസേര, നല്ല കസേര നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഈ സമീപ സ്ഥലത്തുള്ള നാട്ടുകാരുടെ സജീവമായ സാന്നിധ്യം നമ്മുടെ സ്കൂളിൽ വളരെയധികം പുരോഗമനത്തിലേക്ക് നയിക്കുന്നതിന് സഹായകരമാണ്. ഈ നേട്ടങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ, PTA പ്രസിഡന്റുമാർ, രക്ഷിതാക്കൾ, പ്രധാന അധ്യാപകർ എല്ലാവരുടെയും സമയോചിതമായ ഇടപെടൽ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. 21-22 അധ്യയന വർഷത്തിലാണ് എൻ്റെ മകനെ ഇവിടെ 2ാം ക്ലാസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് ഇവിടെ PTA പ്രസിഡന്റായി വന്നു. PTA പ്രസിഡന്റായി വന്ന സമയത്ത് വളരെ ദയനീയാവസ്ഥയാണ് നമ്മുടെ സ്കൂളിൻ്റെ കാര്യം. ഒരു 68ഓളം കുട്ടികളും 2 സർക്കാർ അധ്യാപകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലാസ് മുറികളിലാണെങ്കിൽ എഴുതാൻ ബോർഡുകളില്ല, കറണ്ടില്ല, വെളിച്ചമില്ല, ഫാനില്ല, സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, നല്ലൊരു ശൗചാലയം പോലും നമ്മുടെ സ്കൂളില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ PTA പ്രസിഡന്റായിട്ട് ഇവിടെ വന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ അന്ന് PTA പ്രസിഡന്റ് ആദ്യം സൈൻ ചെയ്യുന്നത് നമ്മൾ പിന്നെ സ്കൂളിൽ ടാങ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത സ്കൂളിൽ ബെഞ്ചുകൾ പിന്നെ എത്തിക്കാൻ കഴിഞ്ഞു. ബോർഡുകൾ ഞാൻ തന്നെ ഫണ്ടെടുത്ത്
വാങ്ങിയെടുത്ത് പിന്നീട് പഞ്ചായത്ത് എനിക്കൊരു 6 മാസത്തിന് ശേഷം ഫണ്ട് പാസ്സാക്കി തരികയും ചെയ്തു. പണ്ട് കാലത്തേക്കാൾ അപേക്ഷിച്ച് നല്ല കെട്ടുറപ്പോട് കൂടിയുള്ള ഒരു PTA കമ്മിറ്റികൾ ഇവിടെ നിലവിൽ വരികയാണ്. PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിലും PTA കമ്മിറ്റി ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ട ഇടപെടലുകൾ ഭരണസമിതി ആണെങ്കിലും കഴിഞ്ഞ കാല ഭരണസമിതി ആണെങ്കിലും ഈ കാല ഭരണസമിതി ആണെങ്കിലും ഈ സ്കൂളിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. താമരശ്ശേരി ഉപജില്ലയിലെ കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ട്. ഈ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ് ദീപ ടീച്ചർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ടീച്ചർ 2021 ഹെഡ് മിസ്ട്രസ്സായി ചാർജ് എടുക്കുന്നതിന് മുമ്പ് DD ഓഫീസിലേക്ക് അഭ്യർത്ഥിച്ചത് സ്കൂളിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പൂർണ്ണമായും സ്ഥിരം അധ്യാപകരെ നിയമിക്കണം എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ പൂർണ്ണമായും സ്ഥിരം അധ്യാപകരും 150-ൽ കൂടുതൽ വിദ്യാർത്ഥികളും മികച്ച അക്കാദമിക നിലവാരവും പുലർത്തുന്ന വിദ്യാലയമായി മാറിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ. മികച്ച LSS പരിശീലനങ്ങൾ, പഠന ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ദിനാചരണ പരിപാടികൾ, കലാകായിക പരിശീലനങ്ങൾ ദീപ ടീച്ചറുടെ നേതൃത്വത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാഠ്യേതര രംഗങ്ങളിൽ മികച്ച നിലവാരമാണ് നമ്മുടെ മലപ്പുറം സ്കൂൾ പുലർത്തി വരുന്നത്. ശാസ്ത്രമേളയിൽ ഓവറോൾ 3ാം സ്ഥാനവും പുതുപ്പാടി പഞ്ചായത്ത് തല കായികമേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും നമ്മുടെ ചുണക്കുട്ടികൾ നേടിയെടുക്കുകയുണ്ടായി. കലാമേളയിലും ധാരാളം ഐറ്റങ്ങളിൽ നമ്മുടെ കുട്ടികൾ സമ്മാനാർഹരാണ്. മലപ്പുറം നിവാസികളുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് മലപ്പുറം GMLP സ്കൂൾ ഒരു UP സ്കൂളായി ഉയർത്തുക എന്നത്. അതിനുള്ള പ്രവർത്തനവും ആരംഭഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ സ്കൂളിലെ PTA പ്രസിഡന്റാണ് VP റഷീദ്. തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എപ്പോഴും സ്കൂളിന്റെ ആവശ്യത്തിനായി എത്തുന്ന VP റഷീദ് സ്കൂളിന്റെ മികവിന് ഭൗതിക സാഹചര്യത്തിലും അക്കാദമിക മുന്നേറ്റത്തിലും ഏറെ പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. ഞാൻ VP റഷീദ് 2024-25 വർഷത്തെ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റാണ്. നമുക്ക് ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് ഈ സ്കൂളിലുമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാവരും കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ യത്നത്തിലാണ് ഞങ്ങളുള്ളത്. കാരണം ഇവിടെ ഇനി 2 ദിവസം കഴിഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരെ യോജിപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ പ്രാവശ്യം തന്നെ നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ഈ ഗ്രൗണ്ടൊക്കെ സമമായി ഒരു തുല്യ രൂപത്തിൽ അത് മണ്ണിട്ട് JCB ഒക്കെ വെച്ച് നികത്തി കഴിഞ്ഞ് ഇനി വാർഷിക പരിപാടിയാണുള്ളത്. ദിവസം തന്നെ നമുക്കിത് 7ാം ക്ലാസ് വരെ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ ഏതാണ്ട് ഇവിടുത്തെ PTA പ്രസിഡന്റിൻ്റെയും മുൻപന്തിയിൽ നിന്നും കൊണ്ട് അതായത് HM ഇവിടുത്തെ ടീച്ചേഴ്സ് ഇപ്പം നല്ലൊരു സെറ്റാണ് ഇവിടെ. ഒരുപാട് അനുഭവ സമ്പത്തും സാംസ്കാരിക പൈതൃകവും നിലനിൽക്കുന്ന ഈ കൊച്ചു വിദ്യാലയത്തിന്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് അപ്പർ പ്രൈമറിയിലേക്ക് ഉയരുക എന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ മാറ്റങ്ങളിലൂടെ എന്നും പ്രതാപത്തോടെ നിലനിൽക്കുന്ന വിദ്യാലയമായി മാറിയിരിക്കും മലയോരത്തിന്റെ വെളിച്ചമായ ഈ വിദ്യാദീപം.